നമ്മൾ ഒരിക്കലും രണ്ടാമത് കാണാൻ ശ്രമിക്കില്ല. കാരണം ഒരു വട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത്രക്ക് സെന്റിമെന്റ്സ് ആണ്. സെന്റിമെന്റ്സ് ആണ്. കണ്ടു കഴിയുമ്പോ ഒരു വിങ്ങല് വരും സീനാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ കഥയാണ് ആടുജീവിതം. അന്ന് നമ്മൾ നജീബ് എന്ന മനുഷ്യനെ വായിച്ചറിഞ്ഞു, പലരിൽ നിന്നും കേട്ടറിഞ്ഞു. ഇന്ന് സിനിമാ ലോകം അദ്ദേഹത്തെ കണ്ടറിയാൻ പോവുകയാണ്. ആടുജീവിതം എന്ന സിനിമ കണ്ടിറങ്ങുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം, നജീബിന്റെ കഥ എങ്ങനെയാണ് അവർ കണ്ടു തീർത്തതെന്ന്. ആരുടെയെല്ലാം കണ്ണുനീരാണ് തിയേറ്ററുകളിൽ വീണതെന്ന്. സിനിമ നല്ല സിനിമയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. നജീബിന്റെ മാത്രമല്ല, ഞങ്ങളെ പോലെ 1990 97 ഞങ്ങളെ പോലുള്ള കുറെ ചെറുപ്പക്കാര് വളരെ ചെറിയ പ്രായത്തില് ജീവിത പ്രാരാബ്ദങ്ങളുമായി പോയവരുടെ അനുഭവങ്ങൾ സിനിമയിൽ ചിത്രീകരിച്ചു. ജീവിതത്തിന്റെ നേർക്കാഴ്ച ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. ഏത് കാലഘട്ടത്തിൽ 2000 മുമ്പുള്ള കാലം സൗകര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് ചാനലുകൾ വന്നു, വാർത്താ മാധ്യമങ്ങൾ വന്നു, സോഷ്യൽ മീഡിയ വന്നു. അതല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതൊന്നും അല്ലാത്തൊരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? പടം സൂപ്പറായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായൊരു പടം. എന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കാത്ത കഥകളാണല്ലോ നമ്മൾ കാണുമ്പോൾ പുതുതായിട്ട് തോന്നുന്നു, നല്ലതായിട്ട് തോന്നുന്നു. നല്ലൊരു പടം. ഇതേമാതിരി പടം ഞാൻ കണ്ടിട്ടില്ല. പ്രവാസികളൊക്കെ ഇത് കാണുമ്പോ എങ്ങനെ അവരുടെ ജീവിതമായിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു ശരിക്കും നജീബിന്റെ ജീവിതം പകർത്തി വെച്ച അതേമാതിരി തന്നെ അതേമാതിരി തന്നെ നമ്മളെ എന്താണോ നോവൽ വായിച്ചത് അതേമാതിരി തന്നെ. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പടം എന്താ പറയാ, ഒരു നോവൽ വായിച്ച ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന. അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജൻ എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട്. ഒരു അവാർഡ് പ്രതീക്ഷിക്കാമോ? അവാർഡ് കിട്ടണം. അവാർഡ് ഇവിടെ പോരാ, ഒരു ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടണം എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന്റെ മേലുള്ള ഒരു പടമാണ്. ഒരു എന്താ പറയാ, എല്ലാവർക്കും പറ്റുന്ന ഒരു വേൾഡ് സിനിമ എന്നൊക്കെ പറയുന്ന മറ്റൊരു സിനിമയാണ്. ഓക്കെ, താങ്ക് യു. ബ്രോ, മൂവി എങ്ങനെ ഉണ്ട്? അടിപൊളി. പൃഥ്വിരാജിന്റെ അഭിനയം എങ്ങനെ ഉണ്ട്? അടിപൊളി. ബ്രോ, മൂവി എങ്ങനെ ഉണ്ട്? മൂവി എങ്ങനെയുണ്ട്? പടമാണ്. നമ്മൾ ഒരിക്കലും രണ്ടാമത് കാണാൻ ശ്രമിക്കില്ല. കാരണം ഒരു വട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത്രക്ക് സെന്റിമെന്റ്സ് ആണ്. രണ്ടാമത് കാണാൻ നമുക്ക് മനസ്സ് വരില്ല. കാരണം അങ്ങനെ ഒരു വട്ടം തന്നെ നമ്മൾ ഉള്ളിക്കിട്ട് കേറും, കരഞ്ഞു പോകും. അതെ, നമ്മളൊക്കെ ആ നോവലിന് വായിച്ച അതേപോലെ തന്നെയാണ്. അതെ, ബുക്ക് വായിക്കാത്തവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഫീൽ ആവും. അവാർഡ് പ്രതീക്ഷിക്കാമോ? പിന്നെന്താ, പൃഥ്വിരാജിന് ഉറപ്പാണ് നാഷണൽ അവാർഡ്. അതിന്റെ മേലേക്ക് വേൾഡ് ലെവല് സബ്ജക്റ്റ് ആണ്. അതാണ് എല്ലാ ആൾക്കാരും കണ്ടാലും അവർക്ക് അവരുടെ പടമായിട്ട് തോന്നും. എന്തായാലും കരയാതെ കാണാൻ പറ്റില്ല. ബ്രോ, മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ, മൂവി എങ്ങനെ ഉണ്ട്? അടിപൊളി. പൃഥ്വിരാജിന്റെ അഭിനയം ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാമോ? മൂവി എങ്ങനെയുണ്ട്? അടിപൊളി. സൂപ്പർ മൂവി. എങ്ങനെയുണ്ട് അഭിനയൊക്കെ? രക്ഷയില്ല. നമ്മളാ നോവല് വായിച്ച പോലെ തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു അവാർഡ് പ്രതീക്ഷിക്കാം. ഉറപ്പല്ലേ? അത്രയും അടിപൊളിയാണ് പൃഥ്വിന്റെ അഭിനയം. മൂവി എങ്ങനെയുണ്ട്? ഭയങ്കര ഫീലിംഗ് ആണ്. ഭയങ്കര ഫീലിംഗ് ആണ്. കണ്ടാലാണ് മനസ്സിലാവുള്ളൂ പടത്തിന്റെ ഒരു. നമ്മള് നോവലിലൊക്കെ വായിച്ച അതേപോലെ തന്നെയാണോ? അതെ, ഒരു ജീവിത കഥയാണ്. അറിയാത്തൊരു കരിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു സെന്റിമെന്റ്സ് ഉള്ള പടം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. കരയേണ്ട ഫിലിമാണോ? കരഞ്ഞിട്ടാണോ കാണാൻ പറ്റുക? വരും. അത് പൃഥ്വിരാജ് അടിപൊളി അഭിനയം. സൂപ്പർ. നമ്മള് നോവലിലൊക്കെ വായിച്ച പോലെ തന്നെയാണ്. അതെ. രക്ഷയില്ലാത്ത പടം, എല്ലാരും കാണേണ്ട പടം തന്നെ. വേറൊരാൾ ഇത്ര ഡെഡിക്കേറ്റ് ചെയ്യൂല. ഡെഡിക്കേഷനാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ വേറെ ഒന്നും പറയല്ല, വാക്കുകളില്ല. ബ്രോ, പൃഥ്വിരാജ് മാത്രല്ല, അവന്റെ കൂടെ ഗോകുല് അതേപോലെ. ഇനി ഇങ്ങനത്തെ ഒരു ഫിലിം കരിയറിൽ ഉണ്ടാവില്ലേ? ഇനി ഉണ്ടാവും തോന്നില്ല. കാരണം അത്രക്കും ബോഡി വെയിറ്റ് കുറച്ചിട്ട് അത് പടം കാണുമ്പോ മനസ്സിലാവും. പൃഥ്വിരാജിനെ കാണുമ്പോ തന്നെ നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും. അതന്നെ നമ്മള് നോവലൊക്കെ വായിച്ചതിനെക്കാട്ടി നോവലില് വായിച്ച അതേപോലെ തന്നെയാണോ?
നമുക്ക് ഒന്നും കൂടി ആ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഫീലും വരുന്നുണ്ട്. ഒരു പടം കണ്ടു കഴിയുമ്പോ ഒരു വിങ്ങല് വരും മനസ്സിലായി. അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടാമത് കാണാൻ ആരും ശ്രമിക്കൂല എന്നാ പറയുന്നത്. ആ കാണാം, ഒരു സെന്റിമെന്റൽ അത്ര സെന്റിമെന്റൽ ആണ്. രണ്ടാമത് കാണാൻ ഇടങ്ങേറാണ്. ഫസ്റ്റ് തന്നെ എങ്ങനെയാണെങ്കിലും കണ്ടു തീർത്തു. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഷോക്കിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അതെ അതെ ഒരു സീനാണ്. സീനാണ് അല്ലേ. ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ നല്ല മേക്കിംഗ് ആണ്, നന്നായിട്ടുണ്ട്. കാരണം പൃഥ്വിരാജ് വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം സംഗീതം വളരെ ഗംഭീരാണ് എ ആർ റഹ്മാന്റെ. പിന്നെ ഇതുപോലെ പല പടങ്ങളും വന്നിട്ടുള്ളതാണ്. ഇതുപോലെ ഇപ്പൊ മമ്മൂട്ടിയുടെ ഇതുപോലെ പത്തേമാരി. ഇതേ മുന്നേ ഈ പൃഥ്വിരാജിന്റെ അച്ഛന്റെ ഒരു പടം എം ടി വാസുദേവ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, അതിലും സുകുമാരൻ വളരെ നന്നായി അഭിനയിച്ചായിരുന്നു. അതേപോലൊക്കെ അതിന്റെ വേറൊരു ഇതാണ് ഭൂമിയിൽ കൊടുക്കാനും ഇതൊക്കെ നന്നായിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു നോവലുള്ളതാണ്. പക്ഷെ നന്നായി ബ്ലസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഡയറക്റ്റ്. ശരിക്കും ആ നോവലിനെ നേരെ വരച്ചു വെച്ചത് പോലായിരുന്നു. പിന്നെ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെച്ചാല് കൂടുതൽ ഈ വൈകാരികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അതിൽ ചിരിക്കാനൊന്നുമല്ല, പക്ഷെ ജീവിതമാണ് അത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ആൾക്കാർ ടിക്കറ്റൊക്കെ വളരെയധികം ഇപ്പൊ തിയേറ്ററിലെല്ലാം ഫുള്ളായിട്ടൊക്കെ പോകും, ആയിക്കോട്ടെ. പക്ഷെ വെറും കോമഡി ഒന്നുമല്ല. അപ്പൊ ആൾക്കാർ ഇങ്ങനെയുള്ളതും ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ബ്രോ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി ബുക്ക് വായിച്ചപ്പോ കിട്ടിയൊരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. പക്ഷെ സിനിമയ്ക്ക് വേണ്ടൊക്കെ അവര് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ചില ഒതുങ്ങി പോയ പോലെ തോന്നി എനിക്ക്. എങ്ങനെ? ലെങ്ത് ഓൾറെഡി ഉണ്ട്, 3 മണിക്കൂറിന്റെ അടുത്ത് 173 എന്തോ ഉണ്ട്. പക്ഷെ ഇനി കൂട്ടാനും പറ്റില്ല. അത് പിന്നെ ബോറടിക്കുന്ന പോലെ തോന്നും. രസമുണ്ട്. നമ്മള് നോവലിനോട് 100% ഇല്ല, നോവല് വായിച്ചപ്പോ കിട്ടിയൊരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. ഒരു സിനിമ എന്ന നിലക്ക് സിനിമയ്ക്ക് വേണ്ടതുണ്ട്. ഇപ്പൊ സിനിമ കാണുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നോവല് പ്രതീക്ഷിച്ചിട്ട് പോണ ആൾക്കാർക്ക് ചിലപ്പോ ആ ഒരു ഇമ്പാക്ട് കിട്ടണതുണ്ട്. എങ്ങനെ ഇമോഷണൽ സീനൊക്കെ? ഇമോഷണല് കുഴപ്പമൊന്നും. പൃഥ്വിരാജിന്റെ എഫേർട്ടൊക്കെ നന്നായിട്ടുണ്ട്. ആ ഒരു ഇമോഷണല് അഭിനയത്തിൽ കൂടെയുള്ള ഇമോഷണൽ ഓക്കെയാണ്. പക്ഷെ ഈ പഴയ കാര്യങ്ങളൊക്കെ കാണിക്കുമല്ലോ, റൊമാൻസ് ഇതൊക്കെ, അവിടത്തെ ഒരു വലിയ വർക്കൗട്ട് ആയിട്ടില്ല.